മേഡം, നടുവേദന വരുന്നതിന്റെ ഒരു പ്രധാന കാരണമാണല്ലോ ഡിസ്ക് തെന്നുന്നത്. ശരിക്കും എന്താണ് ഡിസ്ക് തെന്നൽ? ഇതുമൂലം എങ്ങനെയാണ് നടുവേദന വരുന്നത്? ശരിക്കും മനുഷ്യന്റെ നട്ടെല്ല് 33 കശേരുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് അടുത്തടുത്തുള്ള കശേരുക്കളുടെ ഇടയിൽ, കശേരുക്കൾ മീൻസ് ഇടയിൽ, അതിന്റെ ഇടയിൽ വെർട്ടിബ്രേസ്, അതിന്റെ ഇടയിൽ ഡിസ്ക്, അതായത് കുഷ്യൻ പോലെയുള്ള ഒരു എഫക്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഷോക്ക് അബ്സോർബർ എന്നാണ് ഈ ഡിസ്കിനെ പറയുന്നത്. അപ്പൊ ഈ കുഷ്യൻ ഉള്ളിൽ ഒരു ജെല്ല് പോലത്തെ മെറ്റീരിയൽ ഉണ്ട്, ന്യൂക്ലിയസ് പൾപ്പോസിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാല് ഈ ഒരു ന്യൂക്ലിയസ് പൾപ്പോസിസ് പുറത്തേക്ക് വരുന്നു. അതിനാണ് ഡിസ്ക് എൻലാർജ്മെന്റ്, അല്ലെങ്കിൽ ഡിസ്ക് തെന്നുക, ഡിസ്ക് തെറ്റുക, അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ്, ഡിസ്ക് ഹെർണിയേഷൻ എന്നെല്ലാം വിളിക്കുന്നത്. ഇത് പലപ്പോഴും സംഭവിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണത്താല് നമ്മളുടെ വെർട്ടിബ്രേറ്റിൽ, നമ്മുടെ ഈ ഒരു ബാക്ക് ബോൺ നട്ടെല്ലിൽ പ്രഷർ കൂടുകയോ, അതുമൂലം വെർട്ടിബ്രേറ്റ്സ്, ഈ കശേരുക്കൾ അടുത്തടുത്ത് വരുന്നു. അപ്പോ എന്താണ്, ഈ ഡിസ്ക് കുറച്ചും കൂടെ കംപ്രസ് ആകും, അമരും. അപ്പോൾ ഇതിനുള്ളിലുള്ള ന്യൂക്ലിയസ് പൾപ്പോസിസ് പുറത്തേക്ക് വരും. ഇതാണ് ഇതിന്റെ മെയിൻ കാരണം. ഇതുകൊണ്ട് നടുവേദന വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നടുവിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങുന്നത്, നടുവാണല്ലോ. അപ്പോ നടുവിന്റെ ഭാഗത്താണ് ഈ ഒരു ഡിസ്ക് പ്രലാപ്സ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരുമ്പോൾ നടുവിന്റെ വേദന ഏറ്റവും ഒരു കോമൺ സിംറ്റം ആയിട്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ കാരണം എന്താണ്? ശരിക്കും നമ്മുടെ ഈ നട്ടെല്ലിലെ കശേരുക്കളെയും അതുപോലെ ഈ ഒരു ഡിസ്കിനെയും ഒക്കെ അതിന്റെ അതായത് സ്ഥലത്ത് തന്നെ വെക്കുന്നത്. നമ്മൾ ചെറിയ മളയുമ്പോഴൊക്കെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതിന്റെ അതേ സ്ഥലത്ത് തന്നെ വലിച്ചു പിടിച്ച് നിർത്തുന്നത് അതിന്റെ ചുറ്റിനുമുള്ള പേശികളും ലിഗമെന്റ്സും ഒക്കെയാണ്. അപ്പൊ ഈ പേശികൾക്ക് ഉണ്ടാകുന്ന ബലക്ഷയം കൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ബലക്ഷയം സംഭവിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്രായാധിക്യം മൂലം ഈ ഒരു ബലക്ഷയം സംഭവിക്കാം. മസിലിന് ഏതെങ്കിലും രീതിയിൽ ഒരു ഉളുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ അധികമായിട്ട് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് ഒരുപാട് ഓടുകയും തിരികുകയും മറിയുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ആ ഒരു വെർട്ടിബ്രൽ നമ്മുടെ ആ ഒരു നട്ടെല്ലിന് പ്രഷർ, സ്ട്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോഴും ഇത്തരത്തിൽ ഡിസ്ക് പ്രലാപ്സ് വരാം. പിന്നെ അമിതവണ്ണം, പിന്നെ കൊടവയറ്, വ്യായാമം ഇല്ലാതെ കുറെ സമയം ഇരുന്നിട്ടുള്ള ജോലി, ഒരുപാട് കറക്റ്റ് പൊസിഷനിൽ അല്ല ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നട്ടെല്ലിന് പ്രഷർ കൊണ്ടുവരും. അപ്പോൾ ഡിസ്ക് പ്രലാപ്സ് ഉണ്ടാക്കാം. പിന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് നമ്മുടെ പൊസിഷൻ ചേഞ്ച് ആകുമ്പോൾ ഒക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഡിസ്ക് പ്രോബ്ലത്തിന്റെ ഒരു പ്രധാന കാരണമാണ് പുകവലി. പുകവലിക്കുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്ന രാസവസ്തു അത് നമ്മുടെ രക്തക്കൊള്ളികളിലൊക്കെ അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള രക്തചംക്രമണം നടക്കില്ല. അതായത് നമ്മുടെ ന്യൂക്ലിയസ് പൾപ്പോസിസിലേക്കും ഡിസ്കിലേക്കും ഒന്നും കറക്റ്റ് ആയിട്ട് ബ്ലഡ് എത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂക്ലിയസ് പൾപ്പോസിസിന്റെ അത് കുറച്ചൊരു ജെല്ല് പോലത്തെ മെറ്റീരിയലാണല്ലോ. അപ്പോ ആ ഒരു കൺസിസ്റ്റൻസി മാറാനും ഈ ഒരു ഇത് ലൂസായിട്ട് ഒരു വാട്ടർ ടൈപ്പ് ആകാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ തന്നെ അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് പ്രൊലാപ്സ് ആവാനുള്ള സാധ്യതയും കൂടും. ഇതും ഒരു പ്രധാന കാരണം തന്നെയാണ്. നമുക്ക് പല കാരണങ്ങളോട് നടുവേദന വരാറുണ്ടല്ലോ. അപ്പൊ നമുക്കിത് ഡിസ്ക് തെറ്റിയതാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാം. അപ്പൊ ഈ ഒരു ഡിസ്ക് തെന്നൽ മൂലം ഉണ്ടാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നട്ടെല്ല് ഒരു പ്രത്യേക പൊസിഷനിൽ കുറെ സമയം ഇരുന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതിനൊരു മാറ്റം സംഭവിക്കുന്നു. അതായത് എക്സാമ്പിൾ പറയുന്നത്, കുറെ സമയം നമ്മൾ കുഞ്ഞിൽ നിന്ന് മിറ്റം അടിച്ചു, പെട്ടെന്ന് നിവരുന്നു. അപ്പം അത്രയും സമയം കുഞ്ഞിൽ നിന്ന് നട്ടെല്ല് പെട്ടെന്ന് നേരെയായി. അപ്പൊ അവിടെ ഒരു ഉളുക്ക് സംഭവിക്കാൻ ചിലപ്പോ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഡിസ്ക് പുറത്തേക്ക് വരാം, ഡിസ്ക് ബൾജിങ് ഉണ്ടാവാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ സമയം കിടക്കുന്ന പൊസിഷൻ പെട്ടെന്ന് ഒരു മാറ്റം കൊണ്ടുവന്നു, അപ്പോൾ ഡിസ്ക് ബൾജിങ് സംഭവിക്കാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാരണങ്ങൾ വരുന്നത്. ഈ ഒരു സമയത്താണ് ഈ ഒരു പെയിൻ വരാറ്. ഈ ഒരു പെയിൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിന്നല് പോലെ, നടു മിന്നുക എന്നൊക്കെ നമ്മൾ ഇതിനെ പേരിട്ട് വിളിക്കും. ആ ഒരു മിന്നല് പോലെ എന്തോ ഒരു എരിച്ചിലോ ഒരു പുകച്ചിലോ വല്ലാത്ത രീതിയിൽ അതിഭീകരമായിട്ടുള്ള ഒരു വേദനയായിരിക്കും ഉണ്ടാവുക. ആ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോസ്റ്റർ ആണല്ലോ നമ്മൾ നിൽക്കുന്നത് അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങോട്ട് ഇണങ്ങിയാലും ഇങ്ങോട്ട് അനങ്ങിയാലും എല്ലാം നമുക്ക് നടുമിന്നും. അപ്പൊ എല്ലാം ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും, നടുവെട്ടല് വന്നുകൊണ്ടിരിക്കും. തുമ്മാൻ പറ്റത്തില്ല, ചുമയ്ക്കാൻ പറ്റത്തില്ല, ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നിലേക്ക് വെക്കാൻ പറ്റത്തില്ല. എന്തിനു വേറെ പറയുന്നു, ഒരു ശ്വാസം അമർത്തി ഒന്ന് ശ്വാസം എടുക്കാനോ പുറത്തേക്ക് വിടാനോ പോലും പറ്റത്തില്ല. അപ്പോഴൊക്കെ ഈ വേദന ഇങ്ങനെ വരികയും അല്ലെങ്കിൽ മിന്നി വരികയും ചെയ്യും. ദേഹം മൊത്തം ഇങ്ങനെ പിടിച്ചു വെച്ചതുപോലെ, ഒരു സ്റ്റിഫ് ആയതുപോലെയൊക്കെ തോന്നാം. പിന്നെ ഈ ഒരു വേദന നമുക്ക് അസഹനീയമായിട്ടുള്ളൊരു വേദനയൊക്കെ ആയിട്ടായിരിക്കും അനുഭവപ്പെടുക. അത് മാത്രമല്ല, ചില സമയത്ത് ഈ ഡിസ്ക് കൂടുതലായിട്ട് പുറത്തേക്ക് തള്ളുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ നടുവിന്റെ വേദന കാലുകളിലേക്ക് ഇറങ്ങും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
ഡിസ്ക് ഈ ന്യൂക്ലിയസ് പൾപ്പോസസ് കുറച്ചധികം പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോ എന്താണ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതിന്റെ പുറകില് ഈ സ്പൈനൽ നമ്മുടെ ഈ ഒരു നട്ടെല്ലിന്റെ പുറകിൽ കൂടി നെർവുകൾ പോകുന്നുണ്ട്. കാലിനെ ഡ്രെയിൻ ചെയ്യുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന നെർവൊക്കെ അതുവഴിയാണ് സയാറ്റിക് നെർവൊക്കെ അതുവഴിയാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു നെർവിനെയൊക്കെ ഈ ഒരു ന്യൂക്ലിയസ് പൾപ്പോസസ് വന്ന് അമർത്താൻ സാധ്യതയുണ്ട്. അമർത്തി കഴിയുമ്പോൾ എന്താണ് വളരെ സാധാരണമാണ്, വേദന ഉണ്ടാവും. കാലിലേക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു വേദന, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മരവിപ്പ്, അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടിക്ലിങ്, ഒരു ഇക്കിളിപ്പെടുത്തുന്ന പോലത്തെ ഒരു സെൻസേഷൻ ഒക്കെ ആ ഒരു സമയത്ത് ഉണ്ടാകാറുണ്ട്. അപ്പൊ ചില പേഷ്യൻസ് ഒന്നും പറയും, എന്റെ നടുവിന്റെ വേദന മാറി ഡോക്ടറെ, പക്ഷെ എനിക്ക് കാലിനാണ് ഇപ്പൊ വേദന, അല്ലെങ്കിൽ കാലിനാണ് ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്, അതെന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുക. അതൊക്കെ ചിലപ്പോൾ ഈ ഒരു ഡിസ്ക് പ്രൊലാപ്സിന്റെ കാരണം കൊണ്ട് വരുന്ന സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷനാണിത്. ഇതൊക്കെ ഇതുകൊണ്ട് വരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇത് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള പ്രശ്നമുള്ള ഒരാള് ക്ലിനിക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ കിടന്നിട്ട് അയാളോട് കാൽ ഉയർത്താൻ പറയും. ഏത് കാലിനാണോ വേദന, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നടുവിന്റെ ഏത് ഭാഗത്താണോ വേദന, ആ ഒരു ഇത് ഉയർത്താൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് കാൽ ഉയർത്താൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് വേദന വരും. അതും ഈ ഒരു ഡിസ്ക് പ്രൊലാപ്സിന്റെ മൂലം വരുന്നതാണ്. പിന്നെ ഈ ഒരു വേദനയുടെ പ്രത്യേകത, അത് നമുക്ക് എവിടെയാണെന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. നടുവിന്റെ റൈറ്റ് സൈഡ് മൊത്തം വ്യാപിച്ചു കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഇടതുവശം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന പോലത്തെ ഒരു വേദനയൊക്കെ ആയിരിക്കും. അല്ലാതെ ഒരു പോയിന്റിലാണ് വേദന എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ ഈ സയാറ്റിക്കയുടെ വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാലിന്റെ പിറകുവശത്തു കൂടെ ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ വലിക്കുന്ന പോലെ, നൂല് വലിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു നൂല് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പോലത്തെ ഒരു വേദനയായിരിക്കും പേഷ്യന്റ് പലപ്പോഴും പറയാറ്. അപ്പൊ ഈ വേദന നമ്മൾ നടക്കുക, അല്ലെങ്കിൽ കുറെ സമയം ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വേദന കൂടുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ, അമിതമായിട്ട് കാലെടുത്ത് വെച്ച് നടക്കുമ്പോഴൊക്കെ ഒരു വേദന കൂടുന്നതായിട്ടൊക്കെ കാണാം. ഇങ്ങനെ ആ ഒരു പേഷ്യന്റ് പറയുന്ന ആ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ നടുവേദന ഇതിന്റെ ഡിസ്ക് പ്രൊലാപ്സിന്റെ ആണോ എന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ ഇത്തരത്തില് വേദനയായിട്ട് വരുന്ന ഒരു പേഷ്യന്റിന്റെ എക്സ്റേയോ MRIയോ ഒക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് ഈ ഒരു പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ളതാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ശരിക്കും നമുക്ക് മരുന്നുണ്ട്. ഹോമിയോപ്പതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്ന് ഇതിന്റെ ഏത് സ്റ്റേജിലേക്ക്, ഇത് ആ തുടക്കത്തിൽ ആ ഒരു ഡിസ്ക് ജസ്റ്റ് പുറത്തേക്ക് വന്നത് ആണെന്നുണ്ടെങ്കിലും, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് വന്ന് നെർവിനെ അമർത്തിയിട്ട് വരുന്ന സയാറ്റിക്ക ആണെന്നുണ്ടെങ്കിലും അതിനെല്ലാം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ മരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരുന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. പിന്നെ ആ ഒരു പുറത്തേക്ക് വന്ന ന്യൂക്ലിയസ് പൾപ്പോസസ് ഉണ്ടല്ലോ, അത് ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും കയറി പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെറിയ വ്യായാമങ്ങളും കൂടെ പേഷ്യന്റിനോട് സജസ്റ്റ് ചെയ്യാറുണ്ട്. നമുക്ക് നടുവേദന വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിസ്ക് പ്രോബ്ലം വന്നു, അപ്പൊ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. അത് ശരിക്കും നമ്മൾ എപ്പോഴും പറയുന്ന പോലത്തെ എക്സസൈസുകളല്ല. നമ്മളൊരു ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നീന്തുക, ഓടുക, അങ്ങനത്തെ എക്സസൈസ് അല്ല ഡിസ്ക് പ്രോബ്ലം ഉള്ളവർ ചെയ്യേണ്ടത്. ശരിക്കും അതൊരു തെറാപ്പിയുടെ ഭാഗമായിട്ടുള്ള എക്സസൈസുകളാണ്. വ്യായാമം എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും ഫിസിയോതെറാപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ കിടന്നുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. കമന്ന് കിടന്നിട്ട്, അതായത് ഒരു ദിവാൻ കോട്ടെ കമന്ന് കിടക്കുന്നത് പോലെ കിടന്നിട്ട് ചെയ്യേണ്ട എക്സസൈസുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ നടു വരുന്ന ഭാഗത്ത്, അതായത് വയറിന്റെ ഇടയിൽ 2 തലയണ വെച്ചിട്ട് കമന്ന് കിടക്കുക, എന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. അത് ശരിക്കും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസോട് കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക് പ്രോബ്ലം ഉള്ളവർ. ബെൽറ്റ് ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പൊ ഈ ബെൽറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? എത്ര നാള് ഉപയോഗിക്കണം? ശരിക്കും ഈ ബെൽറ്റ് ഉപയോഗിക്കുന്നത്, നടുവിന് വേദന ഉള്ളവർ ഉപയോഗിക്കുന്ന ബെൽറ്റ് ശരിക്കും നമ്മുടെ ആ ഒരു നട്ടലിനെയും അല്ലെങ്കിൽ ഈ ഒരു മസിലിനെ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും അതിന് ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റ് പറയാൻ പറ്റത്തില്ല. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കൂടെ എടുക്കണം. മാത്രമല്ല ഈ ഒരു സിംറ്റംസ് ഒക്കെ ഒന്ന് കുറഞ്ഞ്, നടുവേദനയും അതല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ഉളുക്ക്, ഒരു മിന്നലും ഒക്കെ ഒന്ന് കുറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ആ ബെൽറ്റിന്റെ ഉപയോഗം ഒന്ന് കുറച്ച് കൊണ്ടുവരാം. പിന്നീട് അത് പൂർണ്ണമായിട്ട് നിർത്താം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം? അപ്പൊ ഞാൻ നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞത് നമ്മുടെ ആ ഒരു മസിലുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബലക്ഷയം മൂലമാണെന്നത്. അപ്പം നമ്മളെ മസിലിനെയും ആ ഒരു ബാക്ക് ബോണിനെയും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് എക്സസൈസ് ചെയ്യാം. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്കൊക്കെ ഒരു ആരോഗ്യം കൂടുതലായിട്ട് കിട്ടും. അതൊക്കെ ഒന്ന് റിജിഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മസിലിനെയും നമ്മുടെ ആ ഒരു എല്ലുകളെയൊക്കെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ, കാൽസ്യം, ഫോസ്ഫേറ്റ്, മഗ്നീഷ്യം പോലെയുള്ള മൂലകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ എല്ലുകൾക്കും നമ്മളുടെ മസിലുകൾക്കും ഒക്കെ ധാരാളം ബലം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പൊ ചെറിയ മത്സ്യങ്ങള്, പഴങ്ങള്, പച്ചക്കറികൾ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കാം. പിന്നെ പുകവലി പോലെയുള്ള ദുശീലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന്
ഒഴിവാക്കുക ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാം.